ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സ് വെരിഫിക്കേഷനെ പറ്റിയാണ്. നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ആഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ ഗൂഗിൾ ആഡ്സ് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ്. ഇനി അല്ലെങ്കിൽ പോലും നമുക്ക് ബില്ലിങ്ങിന്റെ ഓപ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അഡ്വർടൈസ്മെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ ആഡ്സ് വെരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഗൂഗിൾ ആഡ്സ് വെരിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ക്യാമ്പയിൻസ് കൂടുതൽ പെർഫോം ചെയ്യുവാനും അതോടൊപ്പം തന്നെ മറ്റ് സ്കാം അല്ലെങ്കിൽ മലീഷ്യസ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിൽ അതൊക്കെ പ്രിവെന്റ് ചെയ്ത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ ആ ഒരു കമ്പനി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് കമ്പനിയുടെ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ക്ലിയർ ആയിരിക്കണം. ആ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നെയിം, ഓർഗനൈസേഷൻ നെയിം എല്ലാം മാച്ച് ആയിരിക്കണം, മിസ്മാച്ച് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആരാണോ അഡ്വർടൈസർ, നമുക്ക് അവരെയും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ അവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID, ആധാർ കാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെയും വെരിഫൈ ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വെരിഫൈഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ അക്കൗണ്ട് ഒന്ന് സേഫ് ആക്കാനും നമ്മുടെ ഈ ആഡ്സ് അക്കൗണ്ടിലെ ക്യാമ്പയിൻസ് നന്നായിട്ട് ഒന്നുകൂടെ പെർഫോം ചെയ്യാനായിട്ടും ഇത് വളരെയധികം നല്ലതായിരിക്കും. സോ നമ്മൾ കൂടുതൽ എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ആഡ് റൺ ചെയ്യുന്ന ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൻ്റെ വെരിഫിക്കേഷൻ നമ്മളോട് ചോദിക്കും. അത് നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം. 3 to അല്ലെങ്കിൽ 5 days ഒക്കെയാണ് നമുക്ക് ഇതിൽ ടൈം എടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് കറക്റ്റ് ആണ്, റീഡബിൾ ആണ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്ത് തരുകയും നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വെരിഫൈഡ് ആവുകയും നമുക്ക് ക്യാമ്പയിൻസ് കൂടുതൽ പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി എടുക്കുവാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഡാഷ്ബോർഡിൽ ചെല്ലുക. അതിനുശേഷം ബില്ലിങ്ങിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ അഡ്വർടൈസ്മെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്.